കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചിരുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് തന്നെയായിരുന്നു. ചില 5-6 ആഴ്ചകളായിട്ട് നമ്മളെ കാര്യം ചിന്തിച്ചു. ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ. അപ്പം നമ്മൾ ആട്ടിൻ തൊഴുത്ത് ആടെന്താണ് ചിന്തിച്ചു. വീണ്ടും ജനനം പ്രാപിച്ച ദൈവം മക്കൾ മാത്രമേ ആടെന്ന കൂട്ടത്തിൽ വരുന്നുള്ളൂ. ആട്ടിൻ തൊഴുത്ത് എന്താണ് ചിന്തിച്ചു. അങ്ങനെ വീണ്ടും ജനിച്ചവരുടെ കൂട്ടം, സ്തോത്രം, വീണ്ടും ജനിച്ചവരുടെ കൂട്ടത്തെയാണ് ആട്ടിൻ തൊഴുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ഓരോ എന്താ പറയുക സാമൂഹിക സംഘടനകളുമല്ല, ഇന്ന് ലോകത്തിൽ കാണുന്ന രജിസ്റ്റേർഡ് ഒരു ഡിനോമിനേഷനുമല്ല. എന്നാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ആടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും. സ്തോത്രം. വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിയും ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് നടത്തപ്പെടുന്നവർ. സ്തോത്രം. വാതിലെന്താണ് നമ്മൾ ചിന്തിച്ചു. ആമേ സ്തോത്രം. ക്രിസ്തു തന്നെ സമാഗമന കൂടാരത്തെ വാതിലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ചിന്തിച്ചു. അതിരിശയിൽ വെച്ചിരിക്കുന്നത് സ്തോത്രം 4 തൂണുകളാകുന്ന സുവിശേഷമാകുന്ന 4 തൂണുകൾ. അതിൽ കൂടെയാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ആ വെളിപ്പെട്ട് കിട്ടുന്ന ക്രിസ്തു നമുക്ക് തമ്മിലുള്ള നമ്മുടെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ അവന് വാഴുവാൻ സ്വീകരിച്ച് കൈക്കൊണ്ട് അവനുമായിട്ട് ഒന്നായി ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് ആമേ സ്തോത്രം നമ്മുടെ ജീവിതം. അപ്പോൾ വാതിലെന്താണ് ചിന്തിച്ചു. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി വരുന്നവൻ. സ്തോത്രം. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ 1-2 മെസ്സേജുകളിൽ, കഴിഞ്ഞ സാറ്റർഡേയും സൺഡേയും ഉണ്ടായിരുന്ന മെസ്സേജുകളിൽ നമ്മൾ ചിന്തിച്ചത് വേറെ വഴി എന്താണ്. സ്തോത്രം. ഹല്ലേലൂയ. ശരിയായ വഴി ക്രിസ്തു. സ്തോത്രം. മറ്റു വഴികൾ ക്രിസ്തുവിനെ ചരിത്രപരമായിട്ട് പ്രസംഗിക്കുക, ക്രിസ്തുവിനെ സോഷ്യൽ വെൽഫെയർ സെൻ്ററായിട്ട് പ്രസംഗിക്കുക, ക്രിസ്തുവിനെ നമ്മുടെ ശാരീരികമായ നമ്മുടെ പ്രാണൻ്റെ ജഡത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങൾ നിവൃത്തീകരണത്തിന് വേണ്ടി പ്രസംഗിക്കുക, അത്ഭുതങ്ങൾ അടയാളങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുക, സമൂഹത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി പ്രസംഗിക്കുക, സംഘടനയ്ക്ക് പേരെടുക്കാൻ വേണ്ടി പ്രസംഗിക്കുക, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുക. ഓരോ പ്രസംഗത്തിൻ്റെയും ഇൻറ്റൻഷൻ, ഏതൊരു ആത്മീക ശുശ്രൂഷ ചെയ്യുന്നു അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല ദൈവം നോക്കുന്നത്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്. സ്തോത്രം. ആ ഇൻറ്റൻഷനെയാണ് ദൈവം വിധിക്കുന്നത്. അപ്പോൾ വേറെ വഴികൾ, അനേക വഴികളുണ്ട്, നമുക്ക് ഒന്നൊന്നായിട്ട് വിവരിക്കാൻ പറ്റില്ല. ശരിയായ വഴി ക്രിസ്തു തന്നെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രസംഗമല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം മാത്രമല്ല, ക്രിസ്തു നടത്തിയ പ്രായശ്ചിത്തം മാത്രമല്ല, ബട്ട് ഹിസ് പേഴ്സൺ, വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ രക്ഷ. സ്തോത്രം. അത് നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അപ്പം കള്ളനും കവർച്ചക്കാരനും ചെയ്തത് എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. നമുക്ക് വാചകം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. സ്തോത്രം. നമുക്കൊരു വാക്കോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. നിലയേക്ക് ധരിച്ചവനായി മാറത്തു പൊൻകച്ച കെട്ടിയവനായി ഉലയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാലുള്ളവനായി അഗ്നി ജ്വാലയ്ക്കെത്തണം കണ്ടുള്ളവനായിക്കൊണ്ട് 7 നക്ഷത്രങ്ങളെ വലങ്കയ്ക്ക് പിടിച്ച് 7 നിലവിളക്ക് നടുവിൽ ഉലാവുന്നതിനായി നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് കർത്താവ് ഈ വചനത്തിന് ആഴങ്ങളും മർമ്മങ്ങളും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കർത്താവെ നിന്നിച്ചയ ജീവിതം പ്രാപിപ്പാൻ തക്കവണ്ണം, നിന്നിച്ചയം പ്രാപിക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിസരങ്ങളെ നിന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന കടന്നു വരുന്ന ഓരോ വ്യക്തികളെ, അവരുടെ ഉപകരണങ്ങളെ, പരിസരങ്ങളെ നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തം ഇതുമായിട്ട് വിശദീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ, ആട്ടിൻ തൊഴുത്തിലേക്ക് വേറെ വഴിയായി കയറുന്നവൻ. സ്തോത്രം. കടക്കുന്നവൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കയറുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആട്ടിൻ തൊഴുത്തിലേക്ക് വേറെ ക്രിസ്തു ആകുന്ന യഥാർത്ഥ ക്രിസ്തു ഇൻ പേഴ്സൺ അല്ലാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനാകുന്നു, അവൻ കവർച്ചക്കാരനുമാകുന്നു. കള്ളൻ മോഷ്ടിക്കാനും വരുന്നത്, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്ര കള്ളൻ വരുന്നത്. അപ്പോൾ കവർച്ച ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാൻ ആവശ്യകതയുണ്ട്. എന്താണ് വേറെ വഴിയായി കയറി വരുന്നവൻ? എന്തായിരിക്കും ഈ ആട്ടിൻ തൊഴുത്തിലുള്ള വീണ്ടും ജനനം പ്രാപിച്ചതായ ദൈവ മക്കളിൽ നിന്ന് കവർച്ച ചെയ്യുന്നത്? ഇത് വളരെ ആഴത്തിൽ മനസ്സിലാക്കണം.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഏദൻ തോട്ടത്തില് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാമിനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ആ തോട്ടത്തെ കാവൽ ചെയ്യുവാൻ കെരൂബുകളെ കാവൽ നിർത്താമായിരുന്നു. പക്ഷേ തോട്ടത്തെ സൂക്ഷിക്കേണ്ടതും തോട്ടത്തിൽ വേല ചെയ്യേണ്ടതുമായിട്ടുള്ള ഡ്യൂട്ടി ആദാമിൽ നിക്ഷിപ്തമായിരുന്നു. വേല ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ തൂമ്പ കളിക്കേണ്ട ആവശ്യമില്ല. ഒവാദ് എന്നൊരു ഹീബ്രു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു സെർവ് ഗാഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ആദാമിന് തന്നെയായിരുന്നു. അതേപോലെ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതലിന്റെയും ഉത്തരവാദിത്വമാണ് അവന്റെ വിശ്വാസ ജീവിതത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇതിനെ കർത്താവിന് തലയിലിട്ടുകൊണ്ട് കാര്യമില്ല, പാസ്റ്റർമാരുടെ തലയിലിട്ടുകൊണ്ട് കാര്യമില്ല. പാസ്റ്റർമാർക്കും അവരുടേതായ ഡ്യൂട്ടി ഉണ്ട്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് ജാഗരിച്ചുകൊണ്ട് കള്ളൻ വരുന്നുണ്ടോ, കവർച്ചക്കാരന്റെ പത്തിലേക്ക് വരുന്നുണ്ടോ, കവർച്ചക്കാരത്തിലേക്ക് പോകുന്ന ഇന്റൻഷൻസ് വരുന്നുണ്ടോ, എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കാവൽ നിന്നുകൊണ്ട് തന്നെ ജാഗരിച്ചുകൊണ്ട് തന്നെ പാസ്റ്റർമാരത് പറഞ്ഞു തരുമ്പോൾ കേട്ടനുസരിച്ചാൽ കവർച്ച നടക്കുകയില്ല. അപ്പോൾ എന്താണ് ആദ്യം നാം വിശ്വാസത്തിലോ അല്ലെങ്കിൽ ആട്ടിൻ തൊഴുത്തിൽ വന്നതിൽ കൂടെ നാം എന്താ സമ്പാദിച്ചതെന്ന് ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലുള്ളതല്ലേ മോഷ്ടിക്കാൻ കവർച്ച കൊഴിയാനേ പറ്റുകയുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആട്ടിൻ തൊഴുത്തിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഒന്ന് ഗ്രേസ്, അതെല്ലാവരുടെ മേലുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയതാണ് ഗ്രേസ്. എല്ലാവർക്കും ദൈവം കൊടുക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ഉറവിടത്തിൽ നിന്ന് വരുന്നതാണ്. അതിനെ ബ്ലോക്ക് ചെയ്യാൻ, അതിനെ കവരാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ വിശ്വാസം എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉദിക്കുന്നതാണ്. സ്തോത്രം. അപ്പോൾ നമ്മളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാളും വിലയേറിയതായിട്ടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ കൂടെയാണ് നാം ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കുന്നത്. വ്യാജവിശ്വാസങ്ങൾ അനേകം ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദ സേവിങ് ഫെയ്ത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനത്തിലെ 1-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാളും വിലയേറിയ വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നെടുത്ത് വായിക്കാം. 1 പീറ്റർ ചാപ്റ്റർ 1 7-ാം വാക്യം. സ്തോത്രം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇത് വിലയേറിയ വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ഊതിക്കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ. ആ തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനെന്താ തീയിൽ ഊതിക്കഴിക്കുന്നേ? അതിനകത്തുള്ള കിട്ടം മാറ്റിക്കളയുവാൻ വേണ്ടി. അതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ഗോൾഡ് അല്ലാതെ മറ്റു വേറെ ഏതെങ്കിലും ബ്രാസ് ഉണ്ടാവും, കോപ്പർ ഉണ്ടാകും, ചിലപ്പോൾ വെള്ളി ഉണ്ടാകും, ചിലപ്പോൾ ലെഡ് ഉണ്ടാകും. ഇതിലൊക്കെ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവുന്നതാണ്. നമുക്കറിയാമല്ലോ, ഓരോ മെറ്റീരിയൽസിലും ഫ്രീസിങ് പോയിന്റ് ഡിഫറെന്റ് ആണ്, വേപ്പർ പോയിന്റ് ഡിഫറെന്റ് ആണ്, മെൽറ്റിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്, ഫ്ലാഷിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ മെറ്റലിനെയും അതാതിനനുസരിച്ച് കൊണ്ട് ചൂടാക്കുമ്പോൾ ആ ആദ്യം ഉരുങ്ങുന്നത്. ഇപ്പൊ ലെഡ് ആണെങ്കിൽ ഒരു 110 ഡിഗ്രി സെന്റിഗ്രേഡ് വരുമ്പോൾ ഉരുകും. ആ 20 സെന്റിഗ്രേഡ് അല്ലെങ്കിൽ 120 ഡിഗ്രി സെന്റിഗ്രേഡിൽ അതിനങ്ങ് നീക്കിക്കളയാം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുള്ള കിട്ടങ്ങള്, വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന കിട്ടങ്ങളെ ചില പരീക്ഷകളിൽ കൂടെ, പരിശോധനകളിൽ കൂടെയാണ് തീയിൽ ഊതിക്കഴിക്കുന്നത് പോലെ തന്നെ ചില പരിശോധനയിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വേണം അതിനെ കളയാനായിട്ട്. ഒരു പാത്രത്തിന് പൊന്നിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് തട്ടാൻ അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് അതിന് ഉരുക്കി അതിലെ കിട്ട മാറ്റിക്കളയാൻ നോക്കുമ്പോൾ അത് ഉരുക്കി ചൂടാക്കി ഉരുകി സ്തോത്രം അതിന്റെ പ്രത്യേക ടെമ്പറേച്ചറിൽ, ആ കിട്ടം ഉരുകുന്ന ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തിലുള്ള ടെമ്പറേച്ചറുള്ള കിട്ടമുണ്ടായിരിക്കാം. ഗോൾഡിനേക്കാളും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റുള്ള കിട്ടമുണ്ടായിരിക്കാം. അപ്പൊ ഗോൾഡ് ഉരുകുമ്പോൾ ഗോൾഡിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അല്ല, കിട്ടമാണ് ആദ്യം ഉരുകി കിട്ടത്തെ മാറ്റിക്കളയും. ഇതൊക്കെ ഡ്യൂട്ടി നമ്മുടെ കയ്യിലാണ്. ദൈവത്തിന്റെ ആത്മാവ് തീയുടെ അവസ്ഥയിൽ നമ്മൾ ഉരുക്കി കാണിച്ചു തരും. അപ്പൊ കിട്ട മാറുന്നില്ലെങ്കിൽ പൊന്നാകാൻ പോകുന്നില്ല, അതിവിശുദ്ധ വിശ്വാസമാകാൻ പോകുന്നില്ല.
ഞാൻ പിടിച്ചിരിക്കുന്ന വിശ്വാസം തീഷ്ണതയേറിയതാണ്, അതിവിശുദ്ധ വിശ്വാസമാണെന്ന്. അത് പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസമാണെങ്കിൽ അത് വിശ്വാസമല്ല. നീ പിടിച്ചിരിക്കുന്ന ഏത് നോളജ് മാത്രമാണ്. നാം പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന് വളരെ ചില മാസങ്ങൾക്ക് മുമ്പ് ആലയത്തിന്റെ പണിയെ കുറിച്ചുകൊണ്ട് നാം ചിന്തിക്കാൻ കാരണമായി തീർന്നു. പുറപ്പാട് പുസ്തകത്തില് മോശയ്ക്ക് ദൈവ സമാഗമന കൂടാരം പണിതതിനെ കുറിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ജനത്തിൽ നിന്ന് കുറച്ച് സ്വമേധ ദാനങ്ങളെ വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചില മാസങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിച്ച വിഷയമാണത്. അപ്പൊ അതിനകത്ത് തന്നെ വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. സ്തോത്രം. അത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 24 എപ്പിസോഡുകൾ സ്തോത്രം റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി നിവാസാലയമായിക്കൊണ്ട് താൻ കാണിച്ച മാതൃക പ്രകാരം മോശയോട് ഒരു ആലയം പണിയുവാൻ പറയുന്ന സമയത്ത് സ്തോത്രം അതിന്റെ 25-ാം അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ഞാൻ ആദ്യം വായിക്കുകയാണ്. 8-9 ഞാൻ ആദ്യം വായിക്കുന്നു. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ദൈവത്തിന് വസിക്കുവാൻ തക്കവണ്ണം ദൈവം നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ അവന്റെ ഹൃദയത്തിൽ മറിഞ്ഞിരുന്ന ഒരു വെളിപ്പാട്, ഒരു മർമ്മമാണ് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എനിക്ക് വസിക്കാൻ തക്കവണ്ണം ഒരു തിരുനിവാസം പണിയണം, പക്ഷെ ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ പണിയണം. അപ്പൊ ദൈവത്തിന് വസിക്കുവാൻ ആവശ്യമായ ഒരു ആലയം പണിയുവാൻ വേണ്ടി മോശയോട് പറഞ്ഞിരിക്കുന്നത് ജനത്തിൽ നിന്ന് തന്നെ സ്വമേധ ദാനങ്ങളെ സ്വീകരിക്കണം. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതിന് 25-1 തുടങ്ങി ഞാൻ വായിക്കുകയാണ്. യഹോവ എല്ലാവരും അതിനടുത്തേക്ക് സ്തോത്രം. എക്സോഡസ് ചാപ്റ്റർ 25 പുറപ്പാടിന്റെ പുസ്തകം 25-ാം അധ്യായത്തിന് 1 തുടങ്ങിയാണ് വായിക്കുന്നത്. ഇത് നമ്മൾ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്ന് പറയുന്നതേ ഉള്ളൂ. യഹോവ മോശയോട് കൽപ്പിച്ചെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവരോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ദൈവത്തിന്റെ ആലയം പണിവാൻ തക്കവണ്ണം ദൈവം ജനത്തിൽ നിന്ന് തന്നെ വസ്തുവകളെ കൊണ്ടുവരും പറയാണ്, വഴിപാടായിട്ട് കൊണ്ടുവരും പറയാണ്. അപ്പോൾ തന്നെ പറയുന്നത് നല്ല മനസ്സോടെ, നിർബന്ധത്താലല്ല. എന്റെ കാര്യം ഇരിക്കുന്ന പൊന്ന് അല്ല, എന്റെ കാര്യം ഇരിക്കുന്ന വസ്തുവ ഞാൻ എന്തിനാ ദൈവത്തിന് കൊടുക്കണേ? ഇത് പ്രോസ്പെരിറ്റി തിയോളജി എല്ലാ ഘട്ടമായി സംശയിച്ചു അതിനെ ബ്ലോക്ക് ചെയ്യല്ലേ. ഞാൻ എന്റെ ആഴത്തിലേക്ക് വരാൻ പോകണം. നല്ല മനസ്സോടെ കൊടുക്കുന്നതുകൊണ്ടൊക്കെ നീ വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ ഫസ്റ്റ് പൊന്ന് എന്ന് പറഞ്ഞാൽ വിലയേറിയ വിശ്വാസം, പരിശോധിക്കപ്പെട്ട വിശ്വാസം, ട്രൈഡ് സ്റ്റോൺ. കർത്താവ് കുറിച്ച് യശയ്യാപ്രവചനം 28-ാം അധ്യായത്തിന്റെ 16-18 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശോധന ചെയ്ത കല്ലെന്നാണ്. പരിശോധിക്കപ്പെട്ട വിശ്വാസമുള്ളവന് സ്തോത്രം മാത്രമേ ആലയപ്പണിക്ക്, പുതിയ നിയമത്തിന്റെ ഇപ്പോൾ നടക്കുന്ന ക്രിസ്തു വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരം അങ്ങനെ ഒരു ആലയമായിട്ട് പണിയപ്പെടണമെങ്കിൽ നിന്നിൽ നിന്ന് ആദ്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് പരിശോധിക്കപ്പെട്ട വിശ്വാസമാണ്. നിനക്കൊരു ട്രയൽ വരുമ്പോൾ നീ ലോകത്തിൽ ആശ്രയിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് ആലയ പണിക്ക് ഉപകാരപ്പെടുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല പ്രാവശ്യം നിന്നെ പരിശോധിക്കാൻ തക്കവണ്ണം, നിന്നിലുള്ള പൊന്നിലുള്ള നിന്റെ ഉള്ളിലുള്ള കിട്ട മാറ്റിക്കളയുവാൻ തക്കവണ്ണം, നിനക്ക് വീണ്ടും നിന്നെ നല്ല പൊന്നാക്കിക്കൊണ്ട് വിശ്വാസ വേലയിൽ ദൈവത്തിന്റെ നിവാസമായി പണിയേണ്ടതിന് നിന്നെ വ്യക്തിപരമായിട്ടും ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവജനത്തോടു കൂടെ നിന്നെ ഒന്നായി പണിത് ചേർക്കുവാൻ, അതിന് തടസ്സമായി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള കിട്ടത്തെ കാണിച്ചു തരുമ്പോൾ ആ കിട്ടത്തെ മാറ്റിക്കളയുവാൻ തക്കവിട നിന്റെ ജഡത്തിലുള്ള മോഹം, ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ്, ദുഷ്ടാത്മ സേനകളുമായിട്ടുള്ള നിന്റെ ഇടപാടുകള്, ഇതെല്ലാം വല്ലതും ഉണ്ടെങ്കിൽ അതിൽ അത്തരത്തിൽ വസിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കളയുവാൻ തക്കവിടം ദൈവത്തിന്റെ ആത്മാവ് വചനങ്ങളിൽ കൂടി പ്രസംഗങ്ങളിൽ കൂടി വെളിപ്പെടുത്തുമ്പോൾ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ നിന്നെ ദൈവത്തിന്റെ നിവാസമാകുന്ന ആലയമായിട്ട് പണിയാനുള്ള പൊന്നായിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല.
അപ്പോൾ അവരോട് വാങ്ങേണ്ടത് വഴിപാടുകളെ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് പൊന്ന് എന്ന് പറഞ്ഞാൽ വിലയേറിയ വിശ്വാസമാണ്, പരിശോധിക്കപ്പെട്ട വിശ്വാസമാണ്. തീയിൽ ഊതിക്കഴിച്ച പൊന്നിനേക്കാളും വിലയേറിയ ഒരു വിശ്വാസമുള്ളവനെ കൊണ്ട് മാത്രമേ എന്ന് പറഞ്ഞാൽ ഏതൊരവസ്ഥയിലും ക്രിസ്തുവിൽ ഇതിന് ഏത് കഷ്ടപ്പാടുകൾ വന്നാലും, ഏത് നിന്ന വന്നാലും, ഏത് ഉപദ്രവം വന്നാലും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരമുള്ളവനായ ക്രിസ്തുവിൽ മാത്രം നീ ആശ്രയിക്കുന്നവനാണോ? അവനിൽ നിന്ന് ലഭിക്കുന്നത് മാത്രം കൊണ്ട് നീ ജീവിക്കുന്നവനാണോ? അവനിൽ മാത്രം ആശ്രയിക്കുന്നവനാണോ? എന്നാൽ മാത്രമേ നിന്നെ പുതിയ നിയമത്തിന്റെ ആലയ പണിക്കാറ്റുള്ള ഉപകരണമായിട്ട് പണിതു തീർക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. നീ നല്ലവരാകുന്നത് കൊണ്ടൊന്നും നിന്നെ ആലയത്തിൽ പണിക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. നീ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്നവരാണോ? നിന്റെ വിശ്വാസം പരിശോധിക്കപ്പെട്ട വിശ്വാസമാണോ? നിന്നെ കൊണ്ട് ദൈവത്തിന് ഉപകാരമുണ്ട്. അല്ലെങ്കിൽ നിന്നെ കിട്ടം കറക്കൻ വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട്, ശുദ്ധീകരിക്കാൻ പറ്റാത്ത വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയും. ഇതേക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ട് ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്തതാണ് വെള്ളി. വെള്ളി എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് വരെ കാണിക്കുന്നതാണോ? പുറപ്പാട് പുസ്തകം തന്നെ 30-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം എടുക്കാം. പുറപ്പാട് 30-ന്റെ 13-ാം വാക്യം ഞാൻ വായിക്കുന്നു മലയാളത്തിൽ. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവരും വിശുദ്ധ മന്ദിരത്തിൽ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. 1/2 ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൽ, ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൽ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും വരുത്. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. ഇങ്ങനെ വാങ്ങുന്ന വെള്ളി കൊണ്ടാണ്, സ്തോത്രം, അതിവിശുദ്ധ സ്ഥലത്തിന്, സ്തോത്രം, സമാഗമന കൂടാരത്തിന് ചുറ്റും നിൽക്കുന്ന നിവരെ നിൽക്കുന്ന പലകകള് പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ഗതിരമരം കൊണ്ട് എടുത്ത് പൊന്നുകൊണ്ട് പതിഞ്ഞ് 5 ദണ്ടുക്കൾ വെച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ച് അതിനെ നിർത്തിയിരിക്കുന്നത് വെള്ളിച്ചുവടുകളിലാണ്. അതായത് ഈ വെള്ളി എന്ന് കാണിക്കുന്നത് വീണ്ടെടുപ്പ് വില. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം നിന്റെ ഏതൊരു അവസ്ഥയിലോ നീ ക്രിസ്തുവിൽ മാത്രം നിൽക്കുന്നുവോ? സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 26-ാം അധ്യായത്തില് നമുക്ക് നിവരെ നിൽക്കുന്ന പലകകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. അതിന്റെ 26-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം തുടങ്ങി. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം തുടങ്ങി. തിരുനിവാസത്തിന് ഗതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകൾ ഉണ്ടായി. തിരുനിവാസത്തിന് ഗതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഓരോന്നിനും ചേർന്നിരിക്കുന്ന 2 കുടുംബം ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്ക് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന് പലകൾ ഉണ്ടാക്കണം. തെക്ക് വശത്ത് 20 പലക, 20 പലകയ്ക്ക് താഴെ വെള്ളി കൊണ്ട് 40 ചുവട്. സ്തോത്രം. ഈ 1/2 ശേക്കൽ കൊണ്ട് വാങ്ങിയ വെള്ളി, 1/2 ശേക്കൽ വീണ്ടെടുക്ക് വിലയാവുന്ന 1/2 ശേക്കലും ദരിദ്രനും ധനവാനായിരുന്നാലും അവനൊക്കെ തന്നെ ദൈവസഭയ്ക്കകത്ത് ഒരേ സ്ഥാനം തന്നെയുള്ളൂ. 1/2 ശേക്കൽ വെള്ളിയിലാണോ നീ നിൽക്കുന്നത്? സ്തോത്രം. ഇങ്ങനെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ നിവരെ നിൽക്കുന്ന പലകകള്. അവൻ വെള്ളി ചുവടിലാണ് നിൽക്കുന്നത്. ഈ പലകകളാണ് യെരമ്യാവിന്റെ വിലാപ പുസ്തകം എടുക്കണം. യെരമ്യാവിന്റെ വിലാപങ്ങള്, സ്തോത്രം, വിലാപത്തിന്റെ 4-ാം അധ്യായം എടുക്കണം. വിലാപങ്ങളുടെ പുസ്തകം ലാമെന്റേഷൻസില് 4-ാം അധ്യായം ചാപ്റ്റർ 4 1 തുടങ്ങി വായിക്കുന്നു. അയ്യോ, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രക്തങ്ങൾ സകല വീതികളിലും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായ സിയോന്റെ പുത്രിമാർ, വിശിഷ്ട പുത്രിമാരെ കുശവന്റെ പണിയായി മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നു. അതിന്റെ 2-ാം വാക്യം, വിശുദ്ധ രക്തങ്ങൾ സകല വീതികളിലും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായ സിയോന്റെ പുത്രിമാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തോട് ചേർന്ന്
അരശേക്കൽ വെള്ളിയില് നിവരെ നിൽക്കുന്ന പലകകള് ഈ അരശേക്കലിൽ നിന്ന് മാറി പൊന്നിന്റെ അവസ്ഥയ്ക്കൊന്ന് മാറി വന്നപ്പോ പറഞ്ഞിരിക്കുന്നത്, അയ്യോ പൊന്ന് മങ്ങിപ്പോയി. കാരണം എന്താ? നീ അരശേക്കൽ അത് വെള്ളി നിന്റെ വീണ്ടെടുപ്പ് വിലയാവുന്ന ക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്നോ ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിൽ നിന്നുള്ള ആശ്രയത്തിൽ മാറിപ്പോയി. ഇന്ന് ദൈവസഭയ്ക്ക് പെന്തിക്കോസ്ത് ഗോളത്തിന് സംഭവിച്ചതാണ്. അവിടെ എന്താണ്? വിശുദ്ധ രക്തങ്ങൾ സകല വീതികളിലും തലക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. വഴികളാ കിടക്കുന്നത്. വഴിയെ പോകുന്ന നായ മൂത്രമൊഴിക്കുന്നു. നായ എന്ന് പറഞ്ഞാൽ പിന്മാറ്റക്കാരൻ. ഇവനാണ് കവരുന്നവൻ, വേറെ വഴിയായി വരുന്നവൻ. വേറെ വഴിയായി വരുന്നവൻ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കിയോ? നിന്റെ വിലയേറിയ വിശ്വാസത്തെ, ക്രിസ്തുവിൽ ആശ്രയത്തെ, നിന്റെ പ്രായശ്ചിത്തത്തില് അരശേക്കൽ നിന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് വഴിയരികെ തള്ളിക്കളയും. വഴിയെ പോകുന്ന നായ്ക്കള്, പിന്മാറ്റക്കാർ നിന്നെ ഉപദേശിക്കാൻ തുടങ്ങും. ക്യാൻസർ രോഗം പിടിച്ച, കുഷ്ഠരോഗം പിടിച്ച, എയ്ഡ്സ് പിടിച്ച രോഗികൾ നിന്റെ മേൽ തുപ്പാൻ തുടങ്ങും. ഇങ്ങനെയാണ് കള്ളപ്രവാചകന്മാര്, വ്യാജ ഉപദേഷ്ടന്മാര്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തുള്ളതൊക്കെ നിന്റെ മേൽ തുപ്പാൻ തുടങ്ങും. നീ എവിടെ നിൽക്കേണ്ടവരായിരുന്നോ? അരശേക്കൽ വെള്ളിയില് നിവരെ നിൽക്കുന്ന പലകയാട്ടോ കൃപാസനത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാ. ഇത്തരം വിശ്വാസമുള്ളവനെ കൊണ്ട് ആലയം പണിമാൻ സാധിക്കുകയുള്ളു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഇന്ന് വാങ്ങേണ്ടത് എന്തായിരുന്നു? വഴിപാടായിട്ട് നല്ല മനസ്സോടെ കൊടുക്കുന്നുണ്ട്. ജീവനെ തന്നെ കൊടുക്കണം. വിലയേറിയ വിശ്വാസത്തിന് വേണ്ടി ചിലപ്പോൾ ജീവനെ കൊടുക്കേണ്ടി വരും. അരശേക്കൽ വെള്ളി നിൽക്കണമെങ്കിൽ അപ്പൻ, അമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ് ഇതൊക്കെ ഉപദേശത്തിൽ മാറി വരുമ്പോൾ no way. I rely on the atonement of Christ. ഞാൻ നിൽക്കുന്നത് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിന്. അരശേക്കൽ വെള്ളി കൊണ്ട് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം മുഖാന്തരമാണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പനായിട്ട്, അമ്മയായിട്ട്, ഭാര്യയായിട്ട്, മക്കളായിട്ട് ആരൊക്കെ ഇതിന്ന് മാറ്റം വന്നാൽ, നിന്നെ മാറ്റിക്കഴിഞ്ഞാൽ കവർച്ച ചെയ്യാൻ പോകുന്നത് അറിയാമോ? ക്രിസ്തുവിനുള്ള ആശ്രയത്തിൽ നിന്ന് അരശേക്കൽ നിന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് വഴി തളിക്ക് വലിച്ചെറിഞ്ഞു കഴിയും. പുറകെ പോകുന്ന പിന്മാറ്റക്കാരെ ഉപദേശങ്ങൾ, പിന്നെ പിന്മാറ്റക്കാരുടെ ഉപദേശങ്ങളും പ്രസംഗം കേൾക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളെ കാണാൻ താല്പര്യം വർദ്ധിക്കും. വഴിയെ പോകുന്ന കുഷ്ഠരോഗികള്, എയ്ഡ്സ് രോഗികള്, ക്യാൻസർ രോഗികൾ നിന്നെ തൊപ്പി നിന്നിലുള്ള വിലയേറിയ വിശ്വാസത്തെ കവരും. ഇതാണ് വേറെ വഴിയായി വരുന്നവൻ കവർന്നുകൊണ്ട് പോകുന്നത്. ആദ്യം അതൊന്നും മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ അവര് ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്? പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ അസൂയ പണത്തും കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അവര് ക്രിസ്തുവിനല്ല പ്രസംഗിക്കും. ഞാൻ അതിന് സന്തോഷിക്കുന്നു. പാസ്റ്റർ സന്തോഷിച്ചാൽ പോരെയോ? പക്ഷേ നീ കിടക്കുന്ന വഴി തലക്കിലായിരിക്കും. അപ്പോൾ ഒന്ന് പൊന്ന്, പിന്നെ വാങ്ങേണ്ടത് വെള്ളി, അതിനുശേഷം വാങ്ങേണ്ടത് സ്തോത്രം, താമ്രം, സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാൻ മഹിമപൂർണനായിരുന്ന ക്രിസ്തുവിനെ കാണുന്നത് ഉലയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താമ്രം എന്ന് പറഞ്ഞാൽ വെള്ളോട്. താമ്രം എന്ന് പറഞ്ഞാൽ തീക്കകത്ത് കിട്ടുകഴിഞ്ഞാൽ അപ്പൊ നല്ല ചൂട് വരുമ്പോൾ വെളുത്ത കളർ വരും. താമ്രത്തിന്റെ ഒരു അല്പം ഗോൾഡൻ കളറാണല്ലോ. കുറച്ചും കൂടി ചൂടാകുമ്പോൾ അത് റെഡ് കളറിലേക്ക് വരും. അത് കഴിയുമ്പോൾ യെല്ലോ കളറാവും. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് അടുത്തെത്താറാകുമ്പോ നല്ല വെള്ള കളറായിട്ട് കാണും. ഇത് കട്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയി. വിശ്വാസത്തിൽ നിന്ന്, അരശേക്കലിൽ നിന്ന് കട്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസിയെ നിന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാലുള്ളവനാണോ എന്ന നിന്നെ പുതിയ നിയമത്തിന്റെ ആലയപ്പണിക്ക് ഉപകാരപ്പെടും. പുതിയ നിയമത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഉപകരണങ്ങളുടെ ആവശ്യകത മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വിശ്വാസ ജീവിതം ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ പഴയതുപോലെ സ്തോത്രം. ഇതാണ് ക്രിസ്തുവിന്റെ മാർഗം. നിനക്ക് വിശ്വാസ മാർഗമാണ്. വെറുതെ വെള്ളത്തിലേക്ക് വീട് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ സ്നാമത്തെ സ്നാനപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചോ. തീയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ള കാല് നിനക്കുണ്ടോ? നീ കടന്നു ചെന്ന ദേശത്തെ ദുഷ്ടാത്മസേന വിറയ്ക്കും. ഇവന്റെ കാല് തീയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ളത്. ക്രിസ്തു ആ ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തു നിന്നിലുണ്ടോ? നിന്റെ കാലും തീയെ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലായി തീരും. ഇങ്ങനെയുള്ളവരെ കൊണ്ടാണോ പുതിയ നിയമത്തിന്റെ ആലയ പണിക്ക് ഉപദേശിക്കുന്നത്? അപ്പൊ പറയും, പാസ്റ്റർ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളെ ആലയത്തിന് ഉപയോഗിക്കില്ലോ. ഏൽപ്പിച്ചു കൊടുക്ക. വിശ്വാസം പരിശോധിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ കഴിവ് വേണ്ട. കൃപയിൽ ആശ്രയിക്ക്, കൃപയിൽ ആശ്രയിക്ക്. ഹല്ലേലൂയ. കൃപയിൽ ആശ്രയിക്ക്.
വെള്ളി അരശേക്കൽ നിൽക്ക്, ക്രിസ്തുവിന്റെ പ്രാശ്ചിത്യം നിൽക്ക്. മരിക്കേണ്ടി വന്നത്, യെസ്, എനിക്ക് വേണ്ടി മരിച്ചവൻ എന്റെ സ്നേഹിതനാണ്. എനിക്ക് ഏത് നന്മ എന്ന് കണ്ടുകൊണ്ട് ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ആരെ സ്നേഹിക്കുന്നുവോ അവന് നല്ലതേത് അത് ചെയ്തു കൊടുക്കുന്നതാണ് ദൈവസ്നേഹം, അഗാപ്പെ ലവ്. എനിക്ക് നല്ലതെന്നുകൊണ്ട് ഞാൻ കോടി കോടി വർഷങ്ങൾ നരകത്തിൽ പോയി വെന്തെരിയുന്നതിനേക്കാളും തന്റെ പുത്രൻ അല്പസമയം പാതാളത്തിൽ വെന്തെരിയുന്നത് നല്ലതെന്ന് കണ്ട ദൈവ സ്നേഹമാണ് ക്രൂശിൽ പെടുത്തുന്നത്. അവനെ ഒരു നാൾ കൈവിടുകയില്ല. അരശേക്കൽ ഞാൻ നിൽക്കും. എന്റെ വിലയേറിയ വിശ്വാസത്തിന് ഞാൻ എന്റെ ബന്ധുമിത്രാദികളുടെ ചാർച്ചക്കാരാട്ടെ, അപ്പനമ്മ മക്കളാട്ടെ, ആർക്കും ഞാൻ വിളിച്ചു കൊടുക്കുകയില്ല. എന്നാൽ മാത്രം നിന്നെ ആലയ പണിക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റനൂൽ, തകശുനൂൽ, ഗതിരമരം, വിളക്കിന് എണ്ണ. ഇനി ഓരോരുത്തരും ഉപയോഗിക്കാറുണ്ട്. അഭിഷേക തൈലത്തിന്, പരിമള ധൂപത്തിനും, സുഗന്ധവർഗം, ഏഫോദിനും, മാർപ്പതപ്പിന് പതിപ്പൻ, ഗോമേതക കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ഇതിന് ഓരോന്നിനും വിവരിക്കണമെങ്കിൽ ഓരോ എപ്പിസോഡ് വേണം, ഓരോ മീറ്റിംഗ് വേണം. ഞാനൊരു 3 ഡീറ്റെയിൽ എടുത്തോളൂ. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ സ്തോത്രം, ടാബർനാക്കിൾ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് 24 എപ്പിസോഡ് ഉണ്ട്. അതിൽ പൂർണ്ണമായിട്ട് വിവരിച്ചിട്ടില്ല, കുറേശ്ശേ വിവരിച്ചിട്ടുള്ളൂ. എന്താണ് നീലനൂൽ, എന്താണ് ധൂമരനൂൽ, എന്താണ് ചുവപ്പിച്ച ആട്ടുകൊറ്റ നൂല്, എന്താണ് പഞ്ഞിനൂൽ, എന്താണ് കോലാട്ടുരോമം, എന്താണ് സ്തോത്രം, ഗതിരമരം, എന്താണ് വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, എന്താണ് ഏഫോദിനും മാർപ്പതകത്തിനും പതിപ്പാൻ ഗോമേതക കല്ല് എങ്ങനെയാ കിട്ടുന്നത്? ഇത് നിന്റെ കയ്യിലുണ്ടോ? നിന്നെ പുതു നിയമത്തിന്റെ ആലയപ്പണിക്ക് ഉപയോഗപ്പെടും. അല്ലെങ്കിൽ വെള്ളത്തിൽ വീണത് വെറുതെയാ. സ്തോത്രം. എന്നാൽ ഇതെല്ലാം തികഞ്ഞവനാണോ? എല്ലാവരുടെ കയ്യിലും പുതിയ നിയമത്തില് മോശെ ഇത് വാങ്ങിയപ്പോ എല്ലാവരുടെ കയ്യിലും ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാ പൊന്നുള്ളവൻ പൊന്നു കൊടുത്തു. നിനക്ക് വിശ്വാസമാണെങ്കിൽ നിന്റെ വിശ്വാസത്തിന് സർട്ടിഫിക്കറ്റ് പിടിച്ചു കൊണ്ടെടുക്കാനല്ല, വിശ്വാസത്തെ ബലഹീനനോ ഒരുവരെ ശുശ്രൂഷിക്കാൻ സാരമില്ല. ബലപ്പെട്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ബലഹീനൊക്കെ നമ്മുടെ തുണയ്ക്കുന്നവനാണ്. നമ്മുടെ കഷ്ടങ്ങളിലൊക്കെ കഷ്ടം അനുഭവിക്കുന്ന നമ്മളോട് കഷ്ടപ്പെടുന്നവനാണ്. നീ അനുഭവിച്ച് നിന്നെ തികഞ്ഞ വിശ്വാസം, പരിശോധിക്കപ്പെട്ട വിശ്വാസമാണ് നിന്നിലുള്ളത്. വിശ്വാസത്തെ ബലഹീനായ ഒരു വിശ്വാസിയോട്, ഒരു ദൈവ പൈതലിനോട് നീ പറയുമ്പോൾ ജീവിക്കാം. നിന്നിലില്ലെങ്കിലോ നീ പറയുന്ന വാക്കുകൾ കൊണ്ട് അതിനുള്ള വിശ്വാസം കൂടി തകരപ്പെടും. സ്തോത്രം. നീ നിൽക്കുന്ന അരശേക്കലിലാണോ? ക്രിസ്ത്യൻ വഴിവഴിപ്പുള്ളവരോട് പറയുന്ന നിനക്ക് കർത്താവില, അവന്റെ പ്രായശ്ചിത്തം നമുക്ക് സകലത്തിനും മതിയായതാണ്, അവന്റെ രക്തം നമുക്ക് സകലത്തിനും മതിയായതാണ്. നീ ഇത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. അവന്റെ വഴിവഴിപ്പ് മാറി, അവന് ഉറപ്പുള്ള പാറി, അവന് ക്രിസ്തുവിൽ നിൽക്കും. നീ കട്ടതയുടെ തീച്ചുവളയിൽ കൂടെ കടന്നു പോയിട്ട് നിന്റെ കാൽ ഉളിയെ ചൂട്ട് പഴിപ്പിച്ച വെള്ളോട്ടിൽ സദൃശ്യമുള്ള കാലുള്ളവനാണ്. നീ ഒരു ആത്മീയ പൈതലിനോട് ശത്രു പോരാടെങ്കിൽ നീ അവന്റെ അടുത്ത് കടന്നു ചെന്നാൽ മതി. ആമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, നീ ജനിപ്പിച്ച പൈതലിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ദോട്ടാത്മാക്കളും പറയുന്ന വിളിക്കുന്നു ഓടും. അതോ അപ്പൊ എന്തിനറിയാം? തീച്ചുവളിയിൽ കൂടെ കടന്നു പോകണം. തീച്ചുവളിയിലേക്ക് അരശേക്കൽ നിൽക്കണം. വിശ്വാസത്തിന്റെ പരിശോധനയും ജീവൻ വെച്ചു കൊടുക്കേണ്ടി വന്നാൽ നിൽക്കണം. ഇങ്ങനെയാണ് ഞാൻ മരണത്തോട് പോരാടുന്നത്. എന്റെ കഴിവല്ല. മരണം മുഖാമുഖം വരുമ്പോൾ നീ ആരാ? ഈ ദൈവ പൈതല് ഇതൊരു മനുഷ്യനാ. ഇതിനു വേണ്ടി പ്രായശ്ചിത്തം കൊടുത്ത് നിന്നെ നരകശിക്ഷ വിധിച്ചവനാണ്. നീ ആരാ ചോദിക്കാൻ? നീ ആരാ ജീവനെടുക്കാൻ? എന്നറിയാമോ? തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായ കാല് വേണം. നീ അന്യദൈവങ്ങളുടെ കോട്ടകളിൽ അടുത്തുകൂടെ കടന്നു പോയാൽ മതി, വിറയ്ക്കും. സ്തോത്രം. നാം പഠിച്ചല്ലോ, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയുന്നത് ആർക്കും സാധ്യമല്ല. അവൻ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരും വലിയവൻ. പിതാവിന് പിടിച്ചു പറിക്കുന്ന ആർക്കും സാധ്യമല്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. അവൻ അതിൻ്റെ ഉള്ളിലുള്ളത്. ദുഷ്ടാത്മസേന കാണുന്നെന്താ? സർവശക്തിമാനായ പിതാവ് കടന്നു വരുന്നു. സ്വർഗത്തിനും ഭൂമി സകല അധികാരമുള്ളവൻ കടന്നു വരുന്നു. ഇതിന് വേണ്ടെന്നറിയാമോ? തീ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാല് വേണം. ഇത് പെന്തിക്കോസിന്റെ പ്രസംഗമല്ല. സ്തോത്രം. ഇതാ മണവാട്ടി, അല്ലെങ്കിൽ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിന്നിൽ നിന്ന് കവരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എവിടെ തുടങ്ങിയത്? വാതിൽ കൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ. നല്ല കറുത്ത പുസ്തകം പിടിച്ചിട്ട് ചിലപ്പോൾ ക്ലീൻ ഷേവായിരിക്കും, ചിലപ്പോൾ ക്ലീൻ ഷേവല്ലായിരിക്കും. നല്ല വെള്ളയെടുപ്പായിരിക്കും, കറുത്ത പാൻറ്റായിരിക്കും. ചിലപ്പോൾ തൊപ്പി വെച്ചവനായിരിക്കും, വടി പിടിച്ചവനായിരിക്കും, കൊടി പിടിച്ചവനായിരിക്കും. ഏതെല്ലാം പറയുമ്പോൾ യേശുവിന്റെ നാമം പിടിച്ചാണ് വരുന്നത്. ഇവന്റെ വരവന്റെ ലക്ഷ്യം വേറെ വഴിയാണോ? ക്രിസ്തുവിൽ
ഇവന്റെ അകത്ത് വസിക്കുന്നത് ക്രിസ്തു അല്ലയോ? ഇവൻ വേറെ വഴിയാ. ഇവൻ വരുന്നത് നിന്റെ വിലയേറി വിശ്വാസം വലിച്ചെറിഞ്ഞ് കളഞ്ഞ തെരുവിയില് തുപ്പി വഴിയെ പോകുന്ന പിന്മാറ്റക്കാരായ നായ്ക്കള് മൂത്രമൊഴിക്കാനും പാപത്തിന്റെ കൂട്ടം പിടിച്ചിരുന്ന കുഷ്ഠരോഗികൾ നിന്റെ മേളിൽ തുപ്പിടുവാനും നിന്റെ പാപത്തിലേക്ക് വലിച്ചു കളയും. ആദ്യം മനസ്സിലാകുകയില്ല. അതുകൊണ്ട് വേറെ വഴിയായി കയറുന്നവൻ ഏതെല്ലാം വാചകം അടിച്ചു വന്നാലും, ഭാര്യ ആയിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ചർച്ചക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഗുഡ് ബൈ, കീപ് എവേ. ഇത് എന്റെ പ്രാണന്റെ ആത്മാവിന്റെ രക്ഷയാണ്. ഇത് എന്റെ പ്രാണന്റെ ആത്മാവിന്റെ വിശ്വാസത്തിന്റെ, എന്റെ രക്ഷയുടെ അടിസ്ഥാന ഘടകമാണ്. എനിക്ക് ഈ വിഷയത്തിൽ യാതൊരു ബന്ധമില്ല. ഇച്ചിരി വില കൊടുക്കണം. എല്ലാവരിൽ നിന്നും ദുഷ്ടത, എല്ലാവരിൽ നിന്നും ശത്രുത്വം സമ്പാദിക്കണം. നമ്മുടെ പ്രാണനിഷ്ടം എല്ലാവരും നല്ലവനെന്ന് പറയുന്നതാ. എല്ലാവരും ദുഷ്ടൻ ചീഞ്ഞളിഞ്ഞതാ പറയുള്ളൂ. യഥാർത്ഥ ക്രിസ്തീയ മാർഗം വേണം. വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാവും. ഇനി ഓരോന്നും പറയാ. താഴോട്ട് വരുന്നത് നീലതോൽ, ധൂമരതോൽ, സ്തോത്രം, ചുവപ്പിച്ച ആട്ടിൻകൊട്ടുന്തോൽ, ഇതൊക്കെ വിവരിക്കണമെങ്കിലും ഓരോരോ എപ്പിസോഡ് വേണം. തിരിച്ച പഞ്ഞിതോൽ, നിലയെങ്കിൽ ധരിച്ചവരെന്ന് പറഞ്ഞാൽ തല തുടങ്ങി പാദം വരെ കവർന്നെടുക്കെന്ന് പറഞ്ഞ നോ സിൻ അറ്റ് ഓൾ. നിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ആലയ പണി നടക്കും. ഇതെല്ലാം വിശ്വാസത്താൽ, പ്രവൃത്തിയല്ല, വിശ്വാസത്താൽ ക്രിസ്തുവിൻ മാത്രം ഉയർത്തെന്നവരെ ക്രിസ്തുവിൻ മാത്രമുള്ള ആശ്രയത്താൽ സമ്പാദിക്കുന്നതാണ്. ഇത് നീ സമ്പാദിച്ചാൽ നിന്നെ കൊണ്ട് ആലയ പണിക്ക് ഭാരമുണ്ട്. സ്തോത്രം. ഇനി 1-2 എക്സാമ്പിൾ നമുക്ക് വേണേ എടുക്കാം. ഇഗസ്ക്യാവിന്റെ എക്സാമ്പിൾ ഞാൻ പഴയ നിയമത്തിൽ നിന്ന് എടുക്കുകയാണ്. ഒരു പഴയ നിയമത്തിന്റെ എക്സാമ്പിൾ എടുക്കാം, പുതിയ നിയമത്തിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. സ്തോത്രം. ഇഗസ്ക്യാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ, ആലയ പണിക്ക് നല്ല രീതിയിൽ നടത്തി, ദേശത്തെ ശുദ്ധീകരിച്ചു, ആലയത്തെ ശുദ്ധീകരിച്ചു, നീണ്ട 2 ആഴ്ച നീണ്ട നല്ലൊരു പെസയെ ആചരിച്ചു. സ്തോത്രം. അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇഗസ്ക്യാവിന് ഒരു വീഴ്ച സംഭവിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം എടുക്കുക. 2 കിങ് ചാപ്റ്റർ 20 വേഴ്സ് 12 തുടങ്ങിയാണ് വായിക്കേണ്ടത്. സ്തോത്രം. 2 കിങ് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം തുടങ്ങിയാണ് ഞാൻ വായിക്കുന്നത്. ആ കാലത്ത് ബലദാന്റെ മകനായ മെരോദക്ക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഇഗസ്ക്യാവ് ദീനമായി കിടക്കുന്നെന്ന് കേട്ടിട്ട് ഇഗസ്ക്യാവിന് എഴുത്തും സമ്മാനം കൊടുത്തയച്ചു. ഇഗസ്ക്യാവ് നല്ല രീതിയിൽ അതിന്റെ മുന്നത്തെ അധ്യായങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ 2 ക്രോണിക്കൽസിലും ഇതേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചാപ്റ്റർ 29-30 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ യെശയ്യാവ് പെസഹ ആചരിച്ച കാര്യം, അശ്ശൂർ രാജാക്കന്മാരോട് എതിർത്തുന്ന കാര്യം, യെശയ്യാവ് പ്രാർത്ഥിച്ച കാര്യം, അശ്ശൂർ രാജാക്കന്മാരെയും ഒരു ദൂതൻ 1,80,000 അശ്ശൂർ കിടത്ത് കൊന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്ത് നല്ല തിളങ്ങി നിന്ന പൊന്ന് കയ്യിലുള്ള, വിശ്വാസത്തിന്റെ പരിശോധനയില് പൊന്ന് കയ്യിലുള്ള അരശേക്കൽ വെള്ളിയിൽ നിൽക്കുന്ന ഇഗസ്ക്യാവിന് ദീനമായി കിടക്കുന്ന സമയത്ത് ബാബേൽ രാജാവ് കുശലം പറയാൻ വന്നതാണ്. എന്താ വെച്ചാൽ എന്തുകൊണ്ട് വിശേഷം, വയ്യാണ്ട് കിടക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കാൻ വന്നതാ. ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഇഗസ്ക്യാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഇഗസ്ക്യാവ് അവരുടെ വാക്ക് കേട്ട് തന്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരത്തിൽ ഉള്ളതിലൊക്കെയും അവന് കാണിച്ചു കൊടുത്തു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഇഗസ്ക്യാവ് അവരെ കാണിക്കാതെ ഒരു വസ്തുവുമില്ലായിരുന്നു. ആർക്കാ കാണിച്ചു കൊടുത്തത്? ബാബേൽ രാജാവിന്, അവന്റെ സേവകന്. നമ്മുടെ വിശ്വാസം നമുക്കിരുന്നാ മതി. ആരുമായിട്ട് ഇതാ വേർപാട് എന്ന് പറയുന്ന കാര്യം, ഈ വേർപാടിന്റെ കാര്യം പ്രസംഗിക്കുമ്പോൾ ആർക്കും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് എല്ലാവരും സ്നേഹിക്കേണ്ടയോ, അവര് മനുഷ്യരല്ലയോ, അവര് രക്ഷിക്കപ്പെടേണ്ടയോ? ഇതൊക്കെ പറഞ്ഞു വരുന്നത് നിന്റെ വെള്ളി പൊന്നും കവരാനാണ്. വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ നിന്നെ കവർന്നു കൊണ്ടുപോയി നിന്നെ തെരുവീതിന് വലിച്ചെറിയാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ രാജധാനി എല്ലാം കാണിച്ചു കൊടുത്തു. 14-ാം വാക്യം. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഇഗസ്ക്യാവിന്റെ രാജാവിന്റെ അടുക്കൽ വന്ന് അവരോട്, ഈ പുരുഷന്മാർ എന്ന് പറഞ്ഞു. അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ച ഇഗസ്ക്യാവ്, അവർ ദൂരദേശത്ത് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു
കണ്ടു എന്ന് ചോദിച്ച യെഹിസ്കീയാവ്, രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു, എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലെന്ന് പറഞ്ഞു. യെഹിസ്കീയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്ക, രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. ബാബേൽ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ. വിശ്വാസത്തിന്റെ തീയിൽ ഊതിക്കഴിച്ച പൊന്നാതി കൊണ്ട്, അരശേക്കൽ വെള്ളിയുന്നത് കൊണ്ട്, തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാലായിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്തതിനടുത്താണ് ആവശ്യമില്ലാത്തൊരു കൂട്ടുകെട്ട് വന്ന് ദീനമായി കിടക്കുന്ന കണ്ടപ്പോ സുഖവർത്തമാനം ചോദിച്ചു വന്നതാ. എല്ലാം തുറന്ന് കാണിച്ചു കൊടുത്തു. എല്ലാം പിൽക്കാലത്ത് ബാബേൽ പിടിച്ചു കൊണ്ടുപോയി. താഴോട്ട് വായിക്കുന്ന സമയത്ത് 18-ാം വാക്യം, നീ ജനിപ്പിച്ചവരായി നിന്നിൽ ഉത്ഭവിച്ചിരിക്കുന്ന നിന്റെ പുത്രന്മാരിൽ ചിലരെ അവർ കൊണ്ടുപോകും, അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ചണ്ടന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അതിന് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലതെന്ന് പറഞ്ഞു. എന്റെ ജീവകാലത്ത് സമാധാനം സത്യം ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞു. എന്താ വിശ്വാസത്തിന്റെ എല്ലാം പോയി, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ഞാൻ സുഖമായിട്ട് ജീവിച്ചു, എന്റെ മക്കൾക്കെല്ലാം അവർ വരുന്നോട് നോക്കിക്കോട്ടെ. എന്തായി പോയതെന്തായി? സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഉഷിരോട് നിന്ന യെഹിസ്കീയാവ്. അശൂർ രാജാക്കന്മാര് വന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജയം പ്രാപിച്ച യെഹിസ്കീയാവ് ദീനമായി കിടക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്തൊരു കൂട്ടുകെട്ട് സ്ഥാപിച്ചു. പോയതെന്താ? വെള്ളിയും പൊന്നും അതുവരെ സമ്പാദിച്ചതൊക്കെയും, വിശ്വാസത്തിന്റെ സമ്പാദ്യങ്ങളും പോയി, അരശേക്കലും പോയി, എല്ലാം പോയി. അടുത്ത തലമുറയും കൂടെ പിടിച്ചുകൊണ്ട് എന്റെ സമയത്തൊന്നും സംഭവിക്കില്ലല്ലോ. ഇതിനെ തന്നെ കുറിച്ച് 2 ദിനവൃത്താന്ത പുസ്തകം, സ്തോത്രം, 32-ാം അധ്യായം, 2 ക്രോണിക്കൽസ് ചാപ്റ്റർ 32 വേഴ്സ് 31 എന്ന് വായിക്കുകയാണ്. 2 ക്രോണിക്കൽസ് ചാപ്റ്റർ 32 വേഴ്സ് 31. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടത് ദൈവം അവനെ വിട്ടുകൊടുത്തു. മനസ്സിലായ? വേർപാട് കാത്തില്ല, അതിര് കാത്തില്ല. ബാബേലിൽ നിന്ന് വരുന്നവെന്ന് പറഞ്ഞാൽ ഇവൻ നിന്നെ കുറിച്ച് സ്തുതി പറയാനല്ല വരുന്നത്, നിന്റെ രോഗശൈലി നിന്നെ കുറിച്ച് പുകഴ്ത്തുവാനല്ല വരുന്നത്, നിന്നോട് കരുണം കാണിക്കാനല്ല വരുന്നത്, നിന്നെ കവർന്ന് കളയാനാ വരുന്നത്. ഇതാ പറഞ്ഞത്, വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് 31 ഒന്നും കൂടി വായിക്കുകയാണ്. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെ കുറിച്ച് 32 ചാരി മുഴുവൻ വായിച്ചറിയാൻ പറ്റും. 29 തുടങ്ങി വായിക്കണം. 2 ക്രോണിക്കൽസിലെ 29, 30, 31, 32 വായിച്ചു കഴിഞ്ഞാണ് പറയുന്നത്, എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. വേലി കാത്തിരുന്നുവെങ്കിൽ ദൈവം വിട്ടുകൊടുക്കലായിരുന്നു. ഇനി പുതിയ നിയമത്തിൽ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഗലാത്യ ലേഖനം ഒന്ന് എടുക്കുക. ഗലേഷ്യൻസ് 1-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 6-ാം വാക്യം തുടങ്ങി വാക്യാണ്. ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിന് 6-ാം വാക്യം, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചുകളെ വഞ്ചിക്കുന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇത് നമ്മൾ വേണ്ടത്ര വായിച്ചിട്ടുള്ളതാണ്. അതിന്റെ പ്രതിഫലം, അതിന്റെ എന്താ അവർക്ക് സംഭവിച്ചതെന്ന് പിന്നീട് പറയാം. അതിന്റെ 5-ാം വാക്യം, 3-ാം വാക്യം, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ മുമ്പിൽ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആർ?
അഞ്ചാം അധ്യായത്തിൽ 1-ാം വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ, അടിമനുഭവത്തിൽ വീണ് കുടുങ്ങിപ്പോകരുത്. ഗലാത്യ സഭയില് ജൂഡൈസം പ്രസംഗിച്ചുകൊണ്ട് വേറെ വാതിൽ വഴിക്ക് വന്നവരാ. അവർ പറഞ്ഞു, നിങ്ങളോട് താല്പര്യം കാണിക്കുന്നത് നല്ലതിനായിട്ട് നിങ്ങളെ പുറത്തിട്ട് ചവിട്ടിക്കളയുവാനത്രേ. അത് ഗലാത്യ സഭയ്ക്ക് സംഭവിച്ചു. ഇനി 1 കൊരിന്ത്യർക്ക് എഴുതി കഴിഞ്ഞ കൊരിന്ത്യ സഭയില് അവര് കുറച്ച് ഡിവിഷൻസ് വന്നു. അപ്പോലോസിന്റെ പക്ഷക്കാര്, പൗലോസിന്റെ പക്ഷക്കാര്, ക്രിസ്തുവിന്റെ പക്ഷക്കാര്, കേഫാവിന്റെ പക്ഷക്കാര്, ഇങ്ങനെ ഭിന്നിച്ചിരിക്കുന്നു. അപ്പൊ പൗലോസ് അറിഞ്ഞുകൊണ്ട് നല്ല വാണിംഗ് ലെറ്റർ കൊടുത്തു. വാണിംഗ് ലെറ്റർ കൊടുത്തപ്പോൾ കുറച്ചു കൂട്ടരൊക്കെ മാനസാന്തരപ്പെട്ടു. മറ്റുള്ള കൂട്ടര് 2 കൊരിന്ത്യൻസ് ലേഖനം വായിക്കുകയാണെങ്കിൽ അവസാനം വായിക്കുന്ന, പൗലോസേ, നിന്നെ സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയാണോ? ഞങ്ങൾക്കൊരു സംശയമുണ്ട്. നീ നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്തോത്രം. അതില് 13-ാം വാക്യം, 13-ാം അധ്യായം, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 13, അതിന്റെ 2-ാം വാക്യം വായിക്കാൻ, ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കരുതെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് പാപം ചെയ്തവരോടും മറ്റുള്ളവരും മുൻകൂട്ടി പറയുന്നു, ക്രിസ്തു എന്നെ സംസാരിക്കുന്നു എന്നതിന് തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. സഭയില് വ്യക്തികളെ കുറിച്ച് കുറച്ച് കുറവുകൾ കണ്ടുപിടിച്ച് ഇതൊക്കെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ അരശേക്കൽ വെളിയിലല്ല നിൽക്കുന്നത്. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ക്രിസ്തുവിലല്ല നിൽക്കുന്നത്. വേറെ എന്തോ വന്നിട്ട് വേറെ വഴിയായി വന്നവർ നിങ്ങൾ തമ്മിലുള്ള ചെറിയൊരു കലക്കമുണ്ടാക്കി, ഡിവിഷൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അവരിന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ, പൗലോസേ, നീ നല്ല കാര്യം പറഞ്ഞ സമയത്തൊക്കെ നല്ല പാസ്റ്ററായിരുന്നു. നീ ഇപ്പോൾ ചെറിയ ട്യൂൺ മാറിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സംശയം, നിന്നെ സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയാണോ? എന്താണെന്നറിയാമോ? വേറെ വഴിയായി വന്നവര് കവർച്ച ചെയ്തു. വിലയേറിയ വിശ്വാസം കവർച്ച ചെയ്തു. ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന പൗലോസിനെ അവർക്ക് വിവേചിക്കാൻ പറ്റുന്നില്ല. അവർക്ക് നേരെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി, പൗലോസെ, നിന്നെ സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയാണോ? മനസ്സിലാവുന്നുണ്ടോ? എളുപ്പം നമ്മൾ യൂട്യൂബിൽ ചാടി കയറി അവിടെ ഇവിടേക്ക് കാണാനായിട്ട്. സ്തോത്രം. അവർ ശാസിക്കില്ലല്ലോ, അവർ നല്ലതല്ലേ പറയുള്ളൂ. അപ്പൊ പറഞ്ഞ, എനിക്ക് എൻ്റെ കർത്താവ് മാത്രം മതി, ഞാൻ വചനം വായിച്ചോളാം, പ്രാർത്ഥിച്ചോളാം. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞൊക്കെ അവിടെ വെച്ചാൽ മതി, എൻ്റെ അടുത്തേക്ക് വേണ്ട, എനിക്ക് വലിയേറെ വിശ്വാസമൊന്നും വേണ്ട, ഒക്കെ ഉള്ളത് തന്നെ മതി. കിട്ടുമോന്ന് എനിക്കൊന്നില്ല, കിട്ടുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം. പോകുന്ന എവിടേക്കെന്നറിയാമോ? സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടത്ര കാര്യങ്ങൾ എടുക്കാം, പഴയ നിയമത്തിൽ നിന്ന് വേണ്ടത്ര എടുക്കാം. നമ്മുടെ രക്ഷ കിടക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട്, ക്രിസ്തുവിനുള്ള ആശ്രയം. അപ്പൊ ആ വലിയേറിയ വിശ്വാസത്തെ നമ്മൾ അരശേക്കൽ വെള്ളി അന്ന് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിൽ നിന്ന്, സ്തോത്രം, ഇത്ര നാളും തീയിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ട് സമ്പാദിച്ചതായിട്ടുള്ള ആ വലിയേറിയ വിശ്വാസം നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, തെരുവീതികളിൽ വലിച്ചെറിഞ്ഞുകൊണ്ട്, പിന്മാറ്റക്കാരുടെ പ്രസംഗങ്ങളിൽ സന്തോഷം, വഴിയെ പോകുന്ന പാപമെന്ന് കുഷ്ഠം വഹിച്ചുകൊണ്ട് എടുക്കുന്നവരുടെ കൂട്ടായ്മ ഇതിനെ വലിച്ച് പുറത്തിട്ട് ചവിട്ടി കളയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് റിപ്പന്റ്, സൂക്ഷിക്കുക. ആരുമായിട്ടാണ് ഞാൻ കൂട്ടുകെട്ട് വരുന്നത്? ആരുമായിട്ടാണ് എൻ്റെ ഹൃദയം ഞാൻ കവർ ചെയ്യുന്നത്? സ്തോത്രം. പിന്നെ കൂട്ടായ്മ ആരുമാണ്? പൗലോസ് അപ്പോസ്തലൻ യോഹന്നാൻ ലേഖനം എന്ന് പറഞ്ഞ് വരുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ വാക്യം എടുത്ത് വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന് 5-ാം വാക്യം തുടങ്ങി 3-ാം വാക്യം തുടങ്ങി വായിക്കുന്നു. ഞങ്ങൾ കണ്ട് കേട്ടുമുള്ളത് ഞങ്ങൾ കണ്ട് കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തു യേശുവിനോടുമാകുന്നു. പ്രസംഗിക്കുന്നതും ക്ലാസ്സുകൾ എടുക്കുന്നതും ഇത്തരം വാണിജ്യ പ്രസംഗം തരുന്നത് എന്താ? നല്ല ഉറപ്പോടുകൂടെ എനിക്കൊരു കൂട്ടായ്മ പിതാവ് ദൈവത്തോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെ ഉണ്ടെന്ന് നല്ല ഉറപ്പ് വരുത്തിയിട്ടാണ് വേറെ വഴിയായി കയറുന്നവരെ കൈക്കൊള്ളരുത്.
കീപ് എവേ. അതിന് ദോഷമൊന്നുമില്ല. 3-ാം ലേഖനം, യോഹന്നാന്റെ സുവിശേഷ ലേഖനം തന്നെ 3-ാം അധ്യായം എന്ന് വായിച്ചു നോക്കണം. 3 യോഹന്നാൻ, സോറി, അത് 2 യോഹന്നാനിൽ വായിക്കുക. 2 യോഹന്നാന്റെ 9-ാം വാക്യം. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിന്റെ 9-ാം വാക്യം, 1 അധ്യായമുള്ള ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവുണ്ട്, പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അയ്യോ, അവന് ദൈവത്തിന് ഉപദേശിയല്ലയോ, അവന് ദൈവ പൈതലല്ലയോ, അവന് മനുഷ്യരല്ലയോ, അവന് രക്ഷ പ്രാപിക്കേണ്ടയോ, അവരോട് സുവിശേഷം പറയണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഗസ്ക്യാവിന്റെ പോലെ തന്നെ എല്ലാം കവർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം തന്നെ വിട്ടുകൊടുക്കും. ഇവൻ വരുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇവന് വരുന്നതിന്റെ ഉദ്ദേശം ദൂരത്തെ നേരത്തെ മനസ്സിലാക്കണം. എന്താ പറയുക? ആത്മാക്കളെ വിവേചിക്കാൻ. കർത്താവ് ആത്മാക്കളുടെ വിവേചന പരമെന്നൊന്ന് വേണം. കർത്താവ് നീ എൻ്റെ പരിചയമായിരിക്കണം. നാം വായിച്ചല്ലോ, പഠിച്ചല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരും വലിയവൻ. പക്ഷെ നിനക്കൊരു സ്വതന്ത്ര മനസ്സുണ്ട്, ഒരു ഫ്രീ വില്ലുണ്ട്. നീ അത് കളഞ്ഞാൽ കർത്താവിന് നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. സ്തോത്രം. നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും വരുത്. അവന് സംഭവിച്ചെന്താ? ഒന്ന് കുശലം പറയാൻ പോയി, വെള്ളിയും പൊന്നു പോയി. മാത്രമല്ല അവനുള്ള മക്കളും കൂടെ കൊണ്ടുവന്ന് അത് നടക്കുകയും ചെയ്തു. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അതിനേക്കാൾ സീരിയസ്. അതിനാണ് വേർപാടിന്റെ ഒരു ഡിസ്റ്റൻസ് വെക്കേണ്ട ആവശ്യകത. കീപ് എവേ, കീപ് എവേ. അപ്പോഴേ ക്രിസ്തു നിന്റെ വസിക്കുകയുള്ളൂ. ദൈവമേ, കർത്താവ് വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത്യുന്നതിന്റെ മറവിലും സർവശക്തന്റെ നേടി കീഴിൽ പാർക്കുവാൻ നീ സഹായിച്ചു. കർത്താവേ, നീ ഞങ്ങളെ കാത്തേ മതിയാകുള്ളൂ. ഇത്രമാത്രം വ്യാജ ഉപദേശങ്ങളും വ്യാജ പ്രചരണങ്ങളുള്ളടത്ത് നിന്റെ വീണ്ടെടുപ്പ് വിലയെ ഓർത്തുകൊണ്ട്, ക്രൂശിൽ നീ നിവർത്തിച്ച പ്രാശ്ചിത്യത്തെ ഓർത്തുകൊണ്ട്, ഏകമനുഷ്യനായ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ നീ കാത്തേ മതിയാകുകയുള്ളൂ. നിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നു, കൃപയിൽ ആശ്രയിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജനത്തിനെതിരെ വാക്രത പ്രവർത്തിക്കുന്ന വ്യക്തികൾ, രാഷ്ട്രങ്ങൾ, രാജാക്കന്മാർ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയെ നിന്റെ മഹത്വം കാണാനിടയാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേൽ, നാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്മേൽ, നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിന്മേൽ എടുത്ത തീരുമാനങ്ങളിന്മേലും ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വഴി പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കരങ്ങൾ വിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരെയാണ്. സ്തോത്രം. താങ്ക് യു.